കരാവലിക്കും സഹ്യാദ്രി മലനിരകൾക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ഗ്രാമമാണ് ഈ പാണ്ഡവപുരം. ഈ ഗ്രാമത്തിൽ ജീവിക്കുന്നവരാണ് ജയദേവനും സരസ്വതിയും. കുട്ടികളില്ലാത്ത വിഷമം അവരെ വല്ലാതെ വേട്ടയാടി. ഒരുപാട് പൂജയും വഴിപാടുകളും ഒക്കെ നടത്തിയിട്ടും ഒരു പ്രയോജനവും ഉണ്ടായില്ല. അവിടെയുള്ള ദിവ്യനായ ഒരു സന്യാസി അവരോട് പറഞ്ഞു, ഗ്രാമത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ള ചാമുണ്ടേശ്വരി ദേവിക്ക് നിങ്ങൾ പോയി പൂജ ചെയ്താൽ നിങ്ങൾക്ക് സന്താന സൗഭാഗ്യമുണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വിശ്വസിച്ച ദമ്പതികൾ രണ്ടുപേരും ആ ഗ്രാമത്തെയും അവിടുത്തെ ഓർമ്മകളും എല്ലാം ഉപേക്ഷിച്ച് ഒരു തോണിയിൽ കയറി ഗ്രാമത്തിൻ്റെ തെക്ക് ഭാഗത്തേക്ക് യാത്ര തിരിച്ചു. കൃത്യം 1 വർഷത്തിന് ശേഷം ചാമുണ്ടേശ്വരി ദേവിയുടെ അനുഗ്രഹത്താൽ അവർക്ക് ഇരട്ട കുട്ടികൾ ജനിക്കുകയുണ്ടായി. ആ കുട്ടികളാണ് two unique souls, united by birth, playing each and every piece within the game called life. Wow, fantastic. What a bluff. ഇതൊക്കെ എന്ത് ബ്ലഫ് ശ്രീ? നിനക്ക് ഓർമ്മയുണ്ടോ? 1 വർഷത്തിന് മുൻപ് we had those 2 bluff masters who has cheated us like never before. Oh yeah, the great king of poker. ഈ KPയെ ബ്ലഫ് ചെയ്ത കില്ലാടികളൊക്കെ എങ്ങനെ മറക്കാൻ പറ്റും? എല്ലാവരും കാർഡ് കളിക്കുന്നത് നേരം പോക്കിന്, പക്ഷെ ഞങ്ങൾ അത് കളിക്കുന്നത് ഒരു ബിസിനസ്സായിട്ടാണ്. ഞങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ്. നമ്മൾ ലക്ഷ്യം വെക്കുന്നത് രാജാവിൻ്റെ അടുത്തിരിക്കുന്ന രാജ്ഞിയല്ല, അദ്ദേഹം ഇരിക്കുന്ന സിംഹാസനത്തെയാണ്. ദ കീ ടു ദ ഗെയിം ഈസ് പ്ലേയിങ് ദ മാൻ, നോട്ട് ദ കാർഡ്സ്. ഈ മത്സരത്തിൽ ഞങ്ങളെങ്ങനെ ജയിക്കുമെന്നതിലല്ല, അവരെ എങ്ങനെ തോൽപ്പിക്കുമെന്നതിലാണ് ശ്രദ്ധ ചെലുത്താറ്. ഞങ്ങളുടെ ജയത്തിൻ്റെ കാരണം അവരുടെ ചിന്ത തന്നെയാണ്. പോക്കർ 19th സെഞ്ച്വറി. US-ൽ ഇത് വലിയൊരു കമേഴ്ഷ്യൽ ഗാംബ്ലിംഗ് ആയി തുടങ്ങിയത് അന്നായിരുന്നു. 2017 ഇന്ത്യക്ക് ഇതിന് ലീഗലായിട്ടുള്ള അപ്രൂവൽ ലഭിച്ചു. പണം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് പണം വെച്ചുള്ള കളിയാ. ഇവൻ ശ്രീ, KPയുടെ റൈറ്റ് ഹാൻഡ്. കറൻസി എക്സ്ചേഞ്ചിങ് ഡീൽസൊക്കെ ഇവനാണ് കൈകാര്യം ചെയ്യാറുള്ളത്. ആൻഡ് ദാറ്റ്സ് KP, കിങ് ഓഫ് പോക്കർ. അവൻ്റെ എതിരാളി അവൻ തന്നെ. ഈ പോക്കർ ഗെയിമെല്ലാം ഇല്ലീഗലായി റൺ ചെയ്യുന്നവനാണവൻ. പോക്കർ, ഫൈറ്റ് ബിറ്റ്വീൻ ദ പീപ്പിൾ ആൻഡ് ദെയർ മൈൻഡ്സ്. ഇവിടെ കാർഡ് മാത്രം വെച്ച് കളിയുടെ ഗതി തീരുമാനിക്കാനാവില്ല. കാർഡ് എന്ന് പറയുന്നത് വെറും റാങ്കിങ് മാത്രമാണ്. അത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതിനനുസരിച്ചിരിക്കും കളിയുടെ ഗതി. Each player gets 2 cards face down. 5 cards are the dead face up across the middle. These are the community cards everyone can use to make the best 5 cards on the table. ബ്ലഫിംഗ് എന്ന് പറയുന്നത് ഒരു വെപ്പണാണ്. അത് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാമെന്നത് KPക്ക് നന്നായി അറിയാം. ആൻഡ് ഹീസ് ദ ബിഗ് ക്യാറ്റ്. അവൻ്റെ അപ്രോച്ച് എന്ന് പറയുന്നത് കുറച്ച് ട്രിക്കിയാണ്.
അവന്റെ നെക്സ്റ്റ് മൂവ് എന്തായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഈ ഗെയിമിൽ ഓരോരുത്തർക്ക് 2 കാർഡ് വെച്ചായിരിക്കും കൊടുക്കുക. ബ്ലൈൻഡ്സ് വെച്ച് ബെറ്റ് നടക്കും. ടേബിളിന് മുകളിൽ ഫസ്റ്റ് 3 കാർഡ്സ് പ്ലേസ് ചെയ്യും. ഓരോരുത്തരുടെ കയ്യിലുള്ള കാർഡും ടേബിളിന് മുകളിലുള്ള കാർഡും റിലേഷൻ നോക്കി നെക്സ്റ്റ് സ്റ്റെപ്പിൽ ബെറ്റ് വെക്കും. ഇതിങ്ങനെ തന്നെ 2 റൗണ്ട് റിപ്പീറ്റ് ആവും. ഫൈനലി ടോപ്പ് 1 to 10 റാങ്കിംഗ് ചാർട്ടിൽ ആരാണോ ഹയർ അവൻ തന്നെയായിരിക്കും ഈ ഗെയിമിലെ വിന്നർ. Good cards for good people. Bad cards also for good people. Blinds 5,000. Call. Blind raise 10,000. Call. Bet 10,000. Fold. Call. Raise 20,000. Fold. Re-raise 50,000. Bet 25,000. Raise 2 lakh. Call 2 lakh. Check. ഫോൾഡ്. All in 5 lakh. All in. All in 6 lakh. 15 lakhs on the pot. സൂപ്പർ ബോസ്. K full house. Case full of Qs. A higher full house. Ace full of Qs. And A wins. Wow, what a hand. A full house. A higher hand. A wins. What a bluff. What the... Shri. I appreciate your intelligence and courage. But sorry, my dear friend. You are messing with the wrong person. KP. The king of poker. ഇവിടുന്ന് പൈസയെന്നല്ല, ഒരു കോയിൻ പോലും ഇവിടുന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല.
തമ്മി തല്ല നടക്കുമ്പോ ചേട്ടനും അനിയനും തമ്മിൽ പ്രത്യേകിച്ച് സ്നേഹമൊന്നുമില്ല. പക്ഷെ ഒരാവശ്യം വരുമ്പോ ചേട്ടനും അനിയനും ഒറ്റക്കെട്ടായി നിൽക്കും. ശകുനിയുടെ കുരുട്ടുബുദ്ധി കൊണ്ട് കൗരവർ പകടി മത്സരത്തിൽ വിജയിച്ചു. കൃഷ്ണന്റെ തന്ത്രം കൊണ്ട് പാണ്ഡവർ കുരുക്ഷേത്ര യുദ്ധത്തിലും ജയിച്ചു. ഇവിടെ ശകുനിയും ഞാൻ തന്നെ, കൃഷ്ണനും ഞാൻ തന്നെ. അവർക്ക് കുരുക്ഷേത്രം, എന്നാൽ ഞങ്ങൾക്ക് KP, the king of poker. എന്താടാ, എന്താ നീ പറഞ്ഞ? ഈ കാശെന്നല്ല, ഒരു പൈസ പോലെ ഇവിടുന്ന് കൊണ്ടുപോകില്ലെന്നല്ല പറഞ്ഞ്. എടാ, നീയൊക്കെ വെറും പുഴുവാടാ. ഞങ്ങളുടെ മുമ്പിൽ നിന്റെ ഈ ഷോ ഒന്നും വേണ്ട. വല്ലയിടത്തും വല്ല ജോലി അന്വേഷിച്ച് കിട്ടുമോ നോക്ക്, എന്നിട്ട് അത് ചെയ്യും.